മവോസയുടെ ആദ്യം തുടക്കം മുതൽ തന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നു. മറ്റ് ധാരാളം സാഹിത്യോത്സവങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഉത്സവങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് വേറിട്ട ഒരു ഒരു ഉത്സവം ഇവിടെ നടക്കുന്നുവെന്ന് അറിഞ്ഞ് ഞാനതിന് പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നത്. യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒരുപക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് പോലും ഒരു പുതിയ ആശയമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ, ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ എന്ന് ഞാൻ കരുതുകയാണ്. അത് വെറുതെ ഒരു ആഘോഷമായി കുറേ ചർച്ചകൾ നടത്തി പിരിഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ പുതിയ കാലത്തിന് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി സംഘടിപ്പിക്കപ്പെട്ട ഒന്നാണ് എന്ന് ഞാനിവിടെ വരുമ്പോൾ മനസ്സിലാക്കുകയാണ്. എത്രയോ അധികം ചെറുപ്പക്കാരാണ് തങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുകയും അതിനുള്ള സാധ്യതകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ആരായുകയും ചെയ്യുന്നത്. ഒരുപക്ഷേ അവർക്ക് അതിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ പാർട്ട്ണറെ കണ്ടെത്താൻ കഴിയുമായിരിക്കും, ഒരു സ്പോൺസറെ കണ്ടെത്താൻ കഴിയുമായിരിക്കും, സമാനമായ ആശയങ്ങൾ പങ്കുവെക്കുന്നവരെ കണ്ടെത്താൻ കഴിയുമായിരിക്കും. അവർക്ക് തങ്ങളുടെ ആശയങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ ഒരുങ്ങിയാണ്. അങ്ങനെ എന്തുകൊണ്ടും വളരെ പ്രൊഡക്റ്റീവായ ഒരു ഫെസ്റ്റിവലായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കുറേ ചർച്ച നടത്തി, സംവാദം നടത്തി പിരിഞ്ഞു പോകുന്നതിൻ്റെ അപ്പുറത്ത് കേരളത്തിൻ്റെ ഭാവി എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട്, കേരളത്തിൻ്റെ ചെറുപ്പക്കാർ നാളേക്ക് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ എന്ന നിലയിലാണ് ഞാനിതിനെ കാണുന്നത്. കാലത്തിന് മുമ്പേ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ എന്ന് ഞാനിതിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കും. ഇപ്പം ഞങ്ങളുടെ തലമുറയുടെ ഒരു കാലത്ത് ഒരാൾ സ്വന്തമായൊരു ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും സാധ്യമല്ലായിരുന്നു. എവിടെയെങ്കിലും പോയി ഒരു തൊഴിൽ ചെയ്യുക, അല്ലെങ്കിൽ പ്രവാസ ഭൂമിയിൽ പോയി അവിടുത്തെ തൊഴിലാളിയാവുക എന്നതായിരുന്നു ഞങ്ങളുടെ കാലത്തെങ്കിൽ പുതിയ ചെറുപ്പക്കാർക്ക് സ്വന്തം ആശയങ്ങളുണ്ട്, അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ കാലാവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് കേരളത്തിൻ്റെ സർക്കാർ ഒരുക്കിയിട്ടുള്ള ഒരു സൗകര്യത്തിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടി ഒരു പുതിയ സംരംഭം, എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം സംരംഭമാക്കി വളർത്താൻ, അല്ലെങ്കിൽ ഒരു വ്യവസായമായി വളർത്താൻ കഴിയുന്നു എന്ന് പറയുന്ന ഒന്നുണ്ടാക്കിയത്. അതിന് തീർച്ചയായിട്ടും സർക്കാർ എല്ലാ പിന്തുണയും നൽകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഭാഷണത്തിലും അദ്ദേഹം കൃത്യമായി സൂചിപ്പിച്ചത് അതാണ്. നമ്മുടെ മന്ത്രിസഭ ഒട്ടാകെയും ഗവൺമെൻറ് പൂർണ്ണമായും പുതിയ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ മുന്നോട്ട് വരുന്നു. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ എന്ത് പിന്തുണ വേണമെങ്കിലും നിങ്ങൾ ഞങ്ങളോട് ചോദിക്കൂ എന്ന് അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു. അത്തരത്തിലുള്ള മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് മവോസ നിൽക്കുന്നത്. ഇത് ചെറുപ്പക്കാർക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. ഞങ്ങൾ അന്യരാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടേണ്ടതില്ല, ഞങ്ങൾക്ക് സ്വന്തം ദേശത്ത് തന്നെ ഒരു വ്യവസായം വളർത്തിക്കൊണ്ട് വന്ന് തങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന ഒരു വലിയ പ്രത്യാശ അവരുടെ മുമ്പിലുണ്ട്.